അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൽസ്വഭാവങ്ങളെപ്പറ്റി സാധാരണ നമ്മൾ പറയാറുണ്ട്. എല്ലാവരും സൽസ്വഭാവികളാവണം എന്നെല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ ഇന്ന് നേരിടുന്ന പ്രശ്നം സ്വഭാവം ശരിയില്ല എന്ന് എല്ലാവരെ പറ്റിയും അതിലാരും ഒഴിവില്ല. മോശം സ്വഭാവമാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വഭാവത്തിലല്ല ഇന്ന വ്യക്തികൾ എന്ന് പലരെ പറ്റിയും പറയാറുണ്ട്. ഇതിൽ മതപ്രബോധന രംഗത്തുള്ളവർ പോലും ഈ വിഷയം നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാം ഈ വിഷയത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവർ പുനർവായന നടത്തിക്കൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ബോയിസ്തുലി ഉത്തമീമ മക്കാരിമുൽ അഖ്ലാഖ്, എല്ലാവിധ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ തിരുമേനിയെയാണല്ലോ നമ്മളൊക്കെ മാതൃകയാക്കേണ്ടത്. ലോകത്തിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞതിനോട് 100% റസൂൽ തിരുമേനി നീതി പുലർത്തിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. നബി തിരുമേനിയെ പറ്റി പഠിച്ചവരൊക്കെ പറയുന്നത് അത് മുസ്ലിങ്ങളല്ലാത്തവർ പോലും ഈ കാര്യം പറയുന്നുണ്ട്. എല്ലാ വിഷയത്തിലും സ്വഭാവത്തിൻ്റെ ഏതൊക്കെ വിഷയമുണ്ടോ, മനുഷ്യൻ്റെ സ്വഭാവം എന്തെല്ലാമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, അതിലൊക്കെ ഏറ്റവും ഉയർന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഭാവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എല്ലാവിധ ഉത്കൃഷ്ട ഗുണങ്ങളുടെയും പൂർത്തീകരണം, അതിനൊക്കെ നമുക്ക് നബിയുടെ ജീവിതം എടുത്തു നോക്കിയാൽ മതി. ഇപ്പോൾ റസൂൽ തിരുമേനിയോട് ഏറ്റവും അടുത്തവർ, അവർക്കാണ് നബിയോട് വളരെ കൂടുതൽ അഭിപ്രായമുള്ളത്. എന്നാൽ അത്ര അടുക്കാത്തവർക്കും അഭിപ്രായം തന്നെയാണ്, ദൂരമുള്ളവർക്കൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ്. ഏറ്റവും അടുത്തവർ എന്ന് പറയുമ്പോൾ ഒന്ന് ഭാര്യമാരാണല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബിയുടെ സ്വഭാവത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തത് കാന ഖുലുഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിൻ്റെ ജീവിക്കുന്ന ഒരു പ്രതിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. ഇനി അനസ് ബിൻ മാലിക് നബി തിരുമേനിയുടെ കൂടെ ജീവിച്ച ആളാണ്. 10 വർഷം ഞാൻ നബി തിരുമേനിയുടെ കൂടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ ഒരിക്കൽ പോലും എന്നോട് ഛേ എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്തെന്തിനാ അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്ന് ആക്ഷേപിച്ചിട്ടില്ല. അല്ലെ ചെയ്യാതിരുന്നിട്ട് അതെന്തേ ചെയ്യാതിരുന്നത് എന്നൊന്നും ആക്ഷേപിച്ചിട്ടില്ല. അപ്പോൾ ഇത് പിൽക്കാലത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് കരയുകയാണ്. ഇങ്ങനെ നബി തിരുമേനി ഏറ്റവും അടുത്തറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കയിൽ അടിമയായി വന്ന ആളായിരുന്നു. അങ്ങനെ നബി തിരുമേനിയുടെ അടുത്ത് അവരെത്തുന്നത്. പിന്നെ നബിയുടെ കൂടെയാണ് താമസം. കുറേ വർഷങ്ങൾക്ക് ശേഷം സെയ്ദിൻ്റെ പിതാവും അതുപോലെ പിതാവിൻ്റെ സഹോദരനൊക്കെ അദ്ദേഹത്തെ തേടി വന്നു. ആരോ പറഞ്ഞു മക്കയിലുണ്ട് നിങ്ങളുടെ മകൻ, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ നാട്ടിൽ നിന്ന് മകനെ കൊണ്ടുപോകാൻ വന്നതാണ്. ഈ അവസരം അവർ നബി തിരുമേനിയുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മോനാണ്, ഞങ്ങൾക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പം സെയ്ദ് റളിയല്ലാഹു അൻഹു അവർക്ക് കൊടുത്ത മറുപടി, എൻ്റെ വാപ്പയും എൻ്റെ എളാപ്പയും ഒക്കെ ഇദ്ദേഹമാണ്, ഞാൻ ഇദ്ദേഹത്തെ വിട്ട് എങ്ങോട്ടും വരുന്നില്ല എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നബി തിരുമേനിയുടെ സ്വഭാവം നമുക്ക് അളക്കാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ അത്യുത്തമ സ്വഭാവത്തിൻ്റെ ഉടമ തന്നെ എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ നബി തിരുമേനിയോട് ഏറ്റവും അടുത്തവർക്ക് ഏറ്റവും മതിപ്പ്. ഇന്ന് പല മഹാന്മാരെ പറ്റി നമ്മൾ പറഞ്ഞു കേൾക്കലുണ്ട്. ഒരു ലോകത്തൊക്കെ അറിയപ്പെട്ടവരാണെങ്കിലും അവരടുത്തറിയുന്നവർക്ക് അവരെ പറ്റി മതിപ്പില്ല.
രഹസ്യ ജീവിതം മോശമായത് കൊണ്ടാവില്ല പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് 100% റസൂൽ തിരുമേനി വ്യത്യസ്തനാണ്. ഉള്ളും പുറവും ഒരേപോലെ ശുദ്ധമായ ഹൃദയമുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അടുത്തവർ ഇങ്ങനെയാണ്. അകലെയുള്ളവർ പ്രത്യേകം പറയേണ്ട നബി തിരുമേനിയെ പറ്റി അവർക്ക് അനുഭവമുള്ളത് അല്ലെ കേട്ടത് ഇതൊക്കെ. ഇപ്പോൾ ജരീർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു അവർക്ക് പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടത് മുതൽ മാ ഹജബനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംതു, മുസ്ലിം ആയത് മുതൽ നബി എന്നെ തടഞ്ഞിട്ടില്ല. എപ്പോൾ ചെന്നാലും എനിക്ക് പ്രവേശനമാണ്. വലാ റആനി ഇല്ലാ തബസ്സമ ഫി വജ്ഹി, എന്നെ കാണുമ്പോൾ എന്നോട് പുഞ്ചിരിക്കാതെ എന്നെ കണ്ടിട്ടേയില്ല. അപ്പോൾ റസൂൽ തിരുമേനി എന്നെ കാണുമ്പോൾ എപ്പോഴും പുഞ്ചിരി തൂക്കിക്കൊണ്ട്, അപ്പോൾ എപ്പോഴും നബിയോട് എനിക്ക് സംസാരിക്കാം, എൻ്റെ കാര്യങ്ങൾ പറയാം എന്നൊരു അന്തരീക്ഷമാണ് നബി തിരുമേനി എല്ലാവരോടും ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടുത്തെ സ്വഭാവം അംറു ബിൻ ആസ് എന്ന സഹാബി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി തിരുമേനിയുടെ പെരുമാറ്റത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി നബിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടായിരിക്കും. മാത്രമല്ല 1-2 യുദ്ധത്തിന് നായകനായി പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയം ഒന്ന് ഉറപ്പ് വരുത്താമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നബിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു അബൂ സിദ്ദീഖാണ്. പിന്നെ ഒരു ആയിഷ ബീവിനെ പറഞ്ഞിട്ടുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും, അങ്ങനെ വേറെ സാഹിബുകൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അങ്ങനെ എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ റസൂൽ ഇങ്ങനെ എണ്ണി പറഞ്ഞു. ഞാൻ എൻ്റെ പേര് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്കത് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ 2 കാര്യമുണ്ട്. നബി എല്ലാവരോടും നബിയുടെ പെരുമാറ്റം കാണുമ്പോൾ നബിക്ക് എന്നോട് ഏറ്റവും ഇഷ്ടമാണെന്ന് എല്ലാവർക്കും തോന്നും. അതാണ് ആ പെരുമാറ്റത്തിൻ്റെ മഹത്വം. മറ്റൊന്ന്, നബി ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ ഒരു കള്ളം പറയാറില്ല. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണ് എന്ന് പറയുമ്പോൾ ഇനി ആ ഒരു വസ്തുത മറച്ചു വെച്ച് അത് നിങ്ങളോട് തന്നെ എന്നൊന്നും പറയണ്ടല്ലോ, ഉള്ളതുപോലെ പറയുക. അപ്പോൾ 2 കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. അപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്തറിയുന്നവരും അത്ര അടുത്തൊന്നും അല്ലാതെ സഹവസിക്കാത്തവർ പോലും അറിയുന്നതും. ഇനി എതിരാളികൾക്ക് അവരുടെ അഭിപ്രായം എന്താണ്? നബി തിരുമേനിയെ ഒന്ന് കണ്ടവരൊക്കെ അത്ഭുതപ്പെട്ട് തിരിച്ചു പോകാനുള്ള ചെയ്തിട്ടുള്ളത്. ആ പുറത്തുള്ളവരും നബിനെ ആക്രമിച്ച ആയിഷ ബീവി പറയുന്നൊരു ഹദീസുണ്ട്, വമൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി ഫി ഷൈഇൻ ഖത്തു, നബി തന്നോട് വല്ലവരും വല്ലതും ചെയ്താൽ അതിന് പ്രതികാരം ചെയ്ത സംഭവം തന്നെയല്ല. ഇല്ലാൻ തുൻതഹക ഹുർമത്തുള്ള, അള്ളാഹു ഹറാമാക്കിയത് അത് പിച്ച് ചിന്തിയാൽ ഒഴികെ. അപ്പോൾ അള്ളാഹു ചിലത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ശിക്ഷ കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടാകും. വ്യഭിചരിച്ചാൽ ഇന്ന ശിക്ഷ, കളവ് നടത്തിയവനിങ്ങനെ. അപ്പോൾ ആ വിധി ഭരണാധികാരിൻ്റെ അടുത്ത് വന്നാൽ അത് അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കുകയാണ്. അതല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലവരും എന്തെങ്കിലും അക്രമം കാണിച്ചാൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതികാരം ചെയ്തിട്ടേയില്ല എന്നാണ് ആയിഷ ബീവി പറയുന്നത്. പ്രതികാരം ചെയ്യേണ്ട എന്തെല്ലാം അവസ്ഥകളുണ്ട്. കാരണം നബി തിരുമേനിയെ വധിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചവരായിരുന്നു അന്നത്തെ എതിരാളികൾ. ഒരു യുദ്ധം കഴിഞ്ഞ് അവർ വിശ്രമിക്കുമ്പോൾ ഓരോരുത്തരും തണൽ തേടി അവിടെയും ഇവിടെയൊക്കെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൻ്റെ തണൽ നിൽക്കുമ്പോൾ നബിയുടെ വാള് ഒരു മരത്തിൽ വെച്ചു. അപ്പോഴാണ് ഒരു എതിരാളി വന്ന് അതെടുത്തിട്ട് നബിനെ വിളിച്ചു നിർത്തി, നിന്നെ ഞാൻ കൊല്ലാൻ പോകണം, ആരെ രക്ഷിക്കുക? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ അള്ളാഹു രക്ഷിക്കും. സംഭവം വളരെ പ്രസിദ്ധമാണല്ലോ. അയാളെ കയ്യിൽ നിന്ന് വാള് വീണു. അത് എടുത്തിട്ട് നബി പറഞ്ഞു, ഇനി നിന്നാരെ രക്ഷിക്കുക ചോദിച്ചു. അപ്പോൾ ആദ്യം നിന്നാ രക്ഷിക്കുന്നതാണ് അള്ളാഹ് രക്ഷിക്കുമെന്നാണ് റസൂൽ പറഞ്ഞിരുന്നത്. നബിക്ക് അത്ര ഉറപ്പാണ് നബി കൊല്ലപ്പെടില്ല എന്നത്. കാരണം അള്ളാഹുവിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും ധൈര്യമാണ്. പക്ഷെ അയാളെ കയ്യിൽ നിന്ന് വാള് വീണു. ഈ നിന്നാരെ രക്ഷിക്കുക ചോദിച്ചാൽ പിന്നെ മുഹമ്മദ് അല്ലാതെ ആരും രക്ഷിക്കൂല. അപ്പോൾ എന്നാൽ പോയിക്കോ, മുഹമ്മദ് രക്ഷിച്ചിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊക്കെ നമ്മളെ കൊല്ലാൻ ഒരാൾ റെഡിയായാൽ അവനോട് എന്തൊരു പകയും വിദ്വേഷവും ഉണ്ടാകും. അപ്പോൾ നബിയുടെ ഈ മനസ്സെന്താണ്? നബി തിരുമേനി മക്കയിൽ നിന്ന് നാട് കടത്തിയവരാണല്ലോ. മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളും മറ്റു ശത്രുക്കളൊക്കെ. അവസാനം അവർക്കെതിരെ ഹിജ്റ വർഷം 8 മക്ക വിജയം ഉണ്ടായി. ആ മക്ക വിജയത്തിലേക്ക് പോകുമ്പോൾ മുസ്ലിങ്ങൾ 10,000-ഓളം ആൾക്കാരുണ്ട്, മുസ്ലിം സൈന്യങ്ങൾ. ആ നേരം അൻസാറുടെ നേതാവ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് രക്തച്ചൊരിച്ചിലിൻ്റെ ദിവസമാണ്. അൽയൗമ യൗമുൽ മൽഹമ, രക്തം ചിന്തുന്ന ദിവസമാണിന്ന്. എത്രയോ മർദ്ദകരെ ഇന്ന് ശിക്ഷിക്കാനുണ്ട്, കൊല്ലാനുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്.
അത് കേട്ടപ്പോൾ റസൂൽ തിരുമേനി ദേഷ്യം പിടിക്കുക സായിദിനോട്. അങ്ങനെ പറയാൻ പാടില്ല. ഇന്ന് യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞു. എന്നിട്ട് തങ്ങൾക്കെതിരെ എന്തും ചെയ്താൽ ആരും അവിടെ പ്രതികരിക്കില്ല. കാരണം അത്ര വലിയ അക്രമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ റസൂൽ അവരോട് പറഞ്ഞു, ഇത് നിങ്ങളൊക്കെ പോയിക്കോളൂ, ഒരു പ്രശ്നവുമില്ല, നിങ്ങളൊക്കെ വെറുതെ വിട്ടിരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മനസ്സ്. ത്വായിഫിൽ പോയപ്പോൾ അവിടെയുള്ളവരൊക്കെ എറിഞ്ഞാട്ടിയ സംഭവമുണ്ട്. മക്കയിൽ ആരും സംരക്ഷണം കൊടുക്കുന്നില്ല, സഹായിക്കുന്നില്ല. ഈ സമയം വല്ല സഹായം കിട്ടുമെന്ന് വിചാരിച്ച് കുടുംബക്കാരാണല്ലോ അവിടെയുള്ള പലരും. അതുകൊണ്ട് ത്വായിഫ് എന്ന പ്രദേശത്ത് പോയപ്പോൾ അവരൊക്കെ കല്ലെടുത്ത് എറിഞ്ഞാട്ടുക ചെയ്തു. അപ്പോൾ ഒരു മലക്ക് വന്നിട്ട് നബി തിരുമേനിയോട് പറഞ്ഞു, നിങ്ങൾ ആക്രമിച്ചവർ ആ 2 മലകൾക്കിടയിൽ വേണമെങ്കിൽ ചതച്ച് അരച്ച് കൊല്ലാൻ പറ്റും, അത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം, നിങ്ങൾ കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞെന്താ, അതൊന്നും ചെയ്യണ്ട, അവർക്ക് അള്ളാഹു നീ പുറത്ത് കൊടുക്കണമെന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. ഇതുപോലെ എടുത്തു നോക്കിയാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. എതിരാളികൾ നബിയെ വധിക്കാൻ ശ്രമിച്ചിട്ട് അവരെ വെറുതെ വിട്ടത് വേറെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് അവരെ സ്വഭാവരംഗം വളരെ ഉഷാറായിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല പരലോകത്തെത്തിയാൽ നബിയോട് ഏറ്റവും അടുത്തവർ നല്ല സ്വഭാവമുള്ളവരായിരിക്കും എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇന്ന അഹബ്ബക്കും ഇലയ വഖറബക്കും മിന്നി ഫിലാഹിറ, പരലോകത്തിൽ എന്നോട് ഏറ്റവും അടുത്തവർ, അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അത് അഹാസിനുക്കും അഖലാഖ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും. എന്നാൽ നേരെ എതിരെ എന്നോട് ഏറ്റവും അകന്നവർ പരലോകത്തിൽ അസാബിക്കും അഖലാഖ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വഭാവത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ശരിക്കും സൽസ്വഭാവം? അത് സാധാരണ ഒരു തത്വം എന്ന നിലയ്ക്ക് പലരും പറയാറുണ്ട്, എന്താണ് സൽസ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നിർവചനം എന്ന നിൽക്കുന്നില്ല, എന്നാലും പൊതുവെ ഒരു തത്വമായി പറയാറുണ്ട്, ആമിലിന്നാസ് ബിമാ തുഹിബ് അൻ യുആമിലൂക്ക, മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നീ അവരോട് പെരുമാറുക. മറ്റുള്ളവർ എന്നോട് എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരെന്നോട് നല്ല നിലക്ക് പെരുമാറണം, എന്നെ കണ്ടാൽ പുഞ്ചിരിക്കണം, എനിക്ക് എൻ്റെ കാര്യം അവരോട് പറയാൻ പറ്റണം, അവരുടെ വാതിൽ എപ്പോഴും എൻ്റെ മുമ്പിൽ അടക്കപ്പെടുകയില്ല, അവരെന്നോട് നല്ല നിലക്ക് പെരുമാറും, വല്ല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അവർ സഹകരിക്കും, സഹായിക്കും, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അപ്പോൾ മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റിയൊരു ധാരണ നമുക്കുണ്ടല്ലോ. വാസ്തവത്തിൽ ഈ വിഷയത്തിൽ ഇന്ന് എത്ര പരാജയമാണ് മനുഷ്യന്മാർ. ഇത് മറ്റുള്ളവർ മറ്റ് പലരോടും പെരുമാറുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ടത് നാം എങ്ങനെ, നമ്മൾ മറ്റുള്ളവർ ആക്ഷേപിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ നൽകുന്നുണ്ടോ എന്നുകൂടെ ആലോചിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എല്ലാം അത്ഭുതമാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന പലതുണ്ട്, എല്ലാം ഞാൻ പറയുന്നല്ലോ. ഒന്ന് നീതി, നമുക്ക് നീതി കിട്ടണം. ഇന്ന് സ്വജനപക്ഷപാതം, അതുപോലെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഏതൊരു വിഷയം വന്നാലും തികഞ്ഞ അനീതികൾ ഇന്ന് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതും ആഗ്രഹിക്കുന്നു, എനിക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ചിലരെ പറ്റി നമ്മൾ വിചാരിക്കും, ആ വിഷയത്തിൽ ഏതായാലും എനിക്ക് നീതി കിട്ടില്ല. ഒരു ജോലി ആവശ്യാർത്ഥം നോക്കുക, അപ്പോൾ ആ ജോലി കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾ, അയാൾക്ക് ആ ജോലി കൊടുക്കുമ്പോൾ അയാൾ കുടുംബത്തിൽപ്പെട്ട ചിലരുണ്ട്, വേറെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കത് കിട്ടാൻ സാധ്യതയല്ല. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ആർക്കാണ് യോഗ്യതയുള്ളത് അവർക്കാണ്. ഇവിടെ ഒരു സംഭവം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വളരെ ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഒരു കളവ് നടത്തി, ഒരു സ്ത്രീ. അപ്പോൾ അവരുടെ കൈ വെട്ട് നബിൻ്റെ അടുത്ത് എത്തിയാൽ പിന്നെ നിയമം നടപ്പിലാക്കും. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അതുകൊണ്ട് പലർക്കും അത് ക്ഷീണമാണ്. വലിയ കുടുംബമായതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൈ വെട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ പലരും ഇതൊന്ന് ഒഴിവായി കിട്ടണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, അപ്പോൾ ഒരാൾ ശുപാർശ ചെയ്യണം. അപ്പോൾ നബിൻ്റെ വീട്ടിൽ വളരുന്ന ഒരു വ്യക്തി, നബിക്ക് ഇഷ്ടപ്പെട്ട ആളാണല്ലോ, ഉസാമത്ത് ബിൻ സെയ്ദ്. നബിയുടെ വീട്ടിൽ വളർന്നിരുന്ന കുറേ ടീമുണ്ട്, അലി ബിൻ അബി തോലിബ്,
റളിയല്ലാഹു അൻഹു, അതുപോലെ ഈ പറഞ്ഞ ഉസാമത്ത് ബിൻ സെയ്ദ് അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്ദ് ബിൻ ഹാരിസ്, അങ്ങനെ തുടങ്ങി പലരും. അവർക്കൊക്കെ നബിയെ വളരെ ഇഷ്ടമായിരുന്നു. നബിക്ക് അങ്ങോട്ടും. അപ്പോൾ പലരും പറഞ്ഞു നബിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഉസാമ പറഞ്ഞാൽ ചിലപ്പോൾ നബി കേൾക്കുകയായിരിക്കും ഈ കൈ വെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ ഉസാമത്ത് ബിൻ സെയ്ദ് വന്നിട്ട് പറഞ്ഞപ്പോൾ നബി ദേഷ്യം പിടിച്ചു. അള്ളാഹുവിൻ്റെ ഒരു വിധിയിൽ, അവൻ്റെ ഒരു ശിക്ഷാ നടപടിയിലാണോ നീ ഇടപെട്ട് എന്നോട് സംസാരിച്ചത്? എന്നിട്ട് റസൂൽ എല്ലാവരെയും കേൾക്കുക മിമ്പറിൽ കയറി സംസാരിക്കുകയാണ്. മുമ്പുള്ള ആൾക്കാർ ഇതുപോലെ തന്നെയാണ് നശിച്ചത്. ദുർബലരായ ആൾക്കാരെ മേലെ നിയമം നടപ്പിലാക്കുക, പ്രധാനികളായ ആൾക്കാരെ ഒഴിവാക്കുക. നമ്മൾ സാധാരണ പറയണ നിയമം വെട്ടുകാലി വല പോലെയാണ്. അതിലുള്ള പ്രാണികളും ചാടിയാൽ കുടുങ്ങും, വലിയ ആൾക്കാരോ അതാണ് തകർത്തു പോകും. എന്നതുപോലെ പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാ നിയമവ്യവസ്ഥകളും തകർത്ത് അവർ പോകും. എന്നാൽ അതൊരിക്കലും ഇസ്ലാമിലില്ല എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വൈമുള്ള അല്ലെ വല്ലതി നഫ്സി ബീദി, അള്ളാഹുവാണ് സത്യം, ലോ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഖത്തത്ത് യദാ, അവളെ കൈ ഞാൻ വെട്ടിമുറിക്കും എന്ന റസൂൽ തിരുമേനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നീതി. മഹാനായ ഉമർ ഖത്താബിൻ്റെ പറയാം, അതൊക്കെ അങ്ങനെ തന്നെ സഹാബിയുടെ ജീവിതത്തിൽ പ്രവർത്തി. ആ കാലഘട്ടം എടുത്തു നോക്കിയാൽ നമുക്ക് എല്ലാ അത്ഭുതങ്ങളാണ് നീതിയുടെ വിഷയത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ. ഉമർ ഖത്താബിനെ പറ്റി അങ്ങനെ ലോകത്തിൻ്റെ അത്ഭുതമായി പറയാറുണ്ടല്ലോ. എല്ലാവർക്കും നീതി. ആരടുത്താണോ ന്യായമുള്ള അവനവൻ്റെ ഹക്ക് കിട്ടിയിരിക്കും. ആരടുത്താണോ ശിക്ഷയുള്ളത് അതിനുള്ളത് അവൻ നേടിയിരിക്കും. അതല്ലാതെ അവൻ ഉന്നത കുലത്തിൽപ്പെട്ട ആളാണ്, അല്ലെ അവൻ്റെ തൊലിയുടെ നിറം ഇന്നതാണ്, അവൻ ഇന്ന വംശത്തിൽപ്പെട്ടതാണ്, അവൻ അറബിയാണ്, അവൻ അനറബിയാണ്, ഇതൊന്നും ഇസ്ലാമിൽ നോട്ടമില്ല. എന്താണോ ഹക്ക് അതിൽ മാത്രം, എന്താണോ സത്യം അവിടെ മാത്രം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, എൻ്റെ ഭരണത്തിന് കീഴിൽ വളരെ വിശാലമായ സാമ്രാജ്യമായിരുന്നല്ലോ ഉമർ ഖത്താബിൻ്റെ സാമ്രാജ്യം. അവിടെ എവിടെയെങ്കിലും ഒരു ഒട്ടകം വഴുതി വീണ് അതിന് പോലും ഉമർ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് പേടിക്കുന്ന ആളാണ് അദ്ദേഹം. ആ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും, മനുഷ്യർക്ക് മാത്രമല്ല നീതി, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ. അപ്പോൾ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ നീതിയെപ്പറ്റി ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ ഏതൊക്കെ കാര്യമെടുത്താൽ അതിലേക്കൊന്നും വിശദമായി പോകേണ്ടതില്ല, നമ്മളത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവം വളരെ നന്നാവേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളോട് ജനങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ തിരിച്ച് പെരുമാറുക എന്നതാണ്. അതൊന്നുകൂടി മറികടന്നിട്ട് പണ്ഡിതന്മാർ പറയാണ്, ഇനി ആമിലിന്നാസ ബിമാ തുഹിബൻ യാമിലക്കല്ല, അള്ള നിന്നോട് എങ്ങനെ പെരുമാറും എന്ന് നീ ആഗ്രഹിക്കുന്ന അതുപോലെ നീ ജനങ്ങളോടൊക്കെ ഒന്ന് പെരുമാറ്. അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് എല്ലാം കിട്ടണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വർഗം കിട്ടണം, അനുഗ്രഹം കിട്ടണം, അതുപോലെ ദുനിയാവിലെ വിഭവങ്ങൾ കിട്ടണം, അത് കിട്ടണം, ഇതൊക്കെയല്ലേ. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു വിഷയം എന്താണ്? ഇസ്ലാം പറയുന്നൊരു വിഷയം, നമുക്ക് റിസ്ക് വേണോ, ഭൗതിക സൗകര്യങ്ങൾ വേണം, സമ്പത്ത് വേണം. എങ്കിൽ നീ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്കും വല്ലതും കൊടുക്കണം, നീ ചെലവഴിക്കണം. അതാ അൻഫിഖ്, നീ ചെലവഴിക്കുക യബ്നാദം, മനുഷ്യ. എങ്കിൽ അൻഫിഖ് അലൈക്ക്, ഉൻഫിഖ് അലൈക്ക്, ഞാൻ നിനക്കും ചെലവഴിക്കാം, ഞാൻ നിനക്കും തരും എന്നർത്ഥം. അപ്പോൾ നീ കൊടുത്താൽ വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങൾ എന്ത് കൊടുത്താലും അത് വീണ്ടും വീണ്ടും തരും. അപ്പോൾ റബ്ബ് നമുക്ക് എന്തൊക്കെ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം നമ്മൾ ജനങ്ങളോട് കാണിക്കണമെന്നാണ് ഈ പറയുന്നത്. അള്ളാഹ് നമ്മളോട് കാരുണ്യം കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, എങ്കിലെന്ത് ചെയ്യണം? ഇർഹമു മൻഫില്ലർ, ഭൂമിയിലുള്ളവരോട് നിങ്ങളും കരുണ കാണിക്കൂ. എന്നാൽ ഇർഹമുക്കും മൻഫിസ്സമ, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. ഇങ്ങനെ ഓരോ വിഷയം എടുത്താലും, നമ്മളിതിന് നേരെ എതിരെടുത്താലും, ഇത് അള്ളാഹു നമ്മളെ ഒരു ഉപദ്രവം അവൻ്റെ ഭാഗത്ത് ഉണ്ടാവരുതെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളോട് ഇടപഴകുന്ന ആൾക്കാരോടൊന്നും ഒരു ഉപദ്രവം ഇല്ലാതെ നിൽക്കണം. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിലെ സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില നിയമങ്ങളിൽപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മനുഷ്യർ നമ്മോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തിരിച്ചു കൊടുക്കുക. ഈ റബ്ബ് നമ്മോട് എങ്ങനെ പെരുമാറും, അത് വളരെ വിശാലമായ കാര്യമാണല്ലോ. ഇതുപോലെ നമ്മളും ജനങ്ങളോട് കരുണയുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം, അതുപോലെ അവരോട് വാത്സല്യമുള്ള ആൾക്കാരായിരിക്കണം, അവർ പ്രതിസന്ധി വരുമ്പോൾ അവർ സഹായിക്കണം. ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒട്ടേറെ മേഖലകളുണ്ടല്ലോ. അതൊക്കെ ചെയ്താൽ റബ്ബ് നമ്മളിങ്ങോട്ട് സഹായിക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ പല അധ്യാപനങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ് സൽസ്വഭാവം. നാളെ പരലോകത്ത് നമ്മുടെ നന്മയുടെ തുലാസിൽ ഏറ്റവും കനം നൽകുന്നതാണ് സൽസ്വഭാവം.
എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ സ്വഭാവങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമായി തട്ടിച്ചു നോക്കിയിട്ട് അതിലൊരു മാറ്റം വരുത്തേണ്ട ഭാഗത്തൊക്കെ മാറ്റം വരുത്തേണ്ടതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.